ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബാംഗ്ലൂരിൽ ഇരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കുറേ നാൾക്ക് ശേഷം തിരിച്ച് ബാംഗ്ലൂരിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പുതിയ ബിസിനസ്സിന്റെ വെഞ്ചേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങളുടെ പ്രോപ്പറേറ്റർ ഡെസ്കിന്റെ കുറേ കാര്യങ്ങളും കുറച്ച് എന്തുവാണ് ഓഫീസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ, അതായത് ഇനി റൊട്ടീൻ പ്ലാൻസ് പ്രകാരം കുറച്ച് ദിവസം ബാംഗ്ലൂരും കുറച്ച് ദിവസം ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ ക്രിട്ടിക്കൽ ടെക്കിന്റെ പുതിയ ഈ ആഴ്ചത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ വീക്കിലി വ്യൂയിലേക്കും പിന്നെ മൺഡേയിലേക്കുള്ള ഒരു ഡെയിലി ട്രേഡിംഗ് പ്ലാനിന്റെ വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ആഴ്ച കടന്നു പോയത് വളരെ സംഭവബഹുലമായ ആഴ്ചയായിരുന്നു. അപ്പൊ ഞാൻ ഈ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞ ഈ നമ്മുടെ തമ്പലീന് പ്രകാരം നിങ്ങൾ കണ്ടതാണ് നിഫ്റ്റിയിൽ വൻ വീഴ്ച, മാർക്കറ്റ് ക്രാഷ് വരാൻ പോകുന്നു എന്നൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ തമ്പലീൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും എന്താണ് മാർക്കറ്റ് ക്രാഷ്, നിഫ്റ്റി ഇനി 22,500 വരണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് ആ ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്തില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി നമ്മുടെ ഇത് നമ്മളെ മണ്ടേയിലെ താഴേക്ക് ഇറങ്ങി 23,000 ഭാഗത്ത് 22,956 ഭാഗത്തൊക്കെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി ന്യൂട്രൽ സ്ട്രീം അപ്പായിട്ട് ക്ലോസ് ചെയ്തു. അതിനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അതിനെയും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് ബുധനാഴ്ച വരെ പോയതായിരുന്നു. പക്ഷേ വ്യാഴാഴ്ച ആയപ്പോൾ എന്ത് പറ്റി? അമേരിക്കൻ മാർക്കറ്റില് ഇസ്രായേൽ ഇറാന്റെ ഒരു ഇറാൻ അമേരിക്കയുടെ അല്ലെങ്കിൽ ഖത്തറിന്റെ എണ്ണപ്പാടത്തിലേക്ക് ബോംബിട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് മാർക്കറ്റിലേക്ക് ഒരു ബോംബ് പോലെ വീഴുന്നു. മാർക്കറ്റ് ഡബിൾ അടിച്ച് താഴേക്ക് അടിച്ചു. അതൊരു ട്രെൻഡിങ്, ഏകദേശം ആ ദിവസം മാർക്കറ്റ് 23,760 ഭാഗത്ത് ക്ലോസ് ചെയ്ത മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി 22,930 വരെ വന്ന് 23,072 ഭാഗത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതേപോലെ ഇന്നലെ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്നലെ ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ മാർക്കറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് ആ ഒരു വലിയൊരു ഒരു സെല്ലിംഗ് ഒന്നും മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലായിരുന്നു. മാർക്കറ്റ് ആ ഒരു താഴേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയൊക്കെ വന്നു. പക്ഷേ 23,000 സപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തു. കൃത്യമായി പറയുകയാണെങ്കിൽ ആ 23,000 ഭാഗത്തേക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് താഴേക്ക് അടിച്ചു വന്ന് ഇറങ്ങിയ ഒരു കൃത്യമായ ആ ഒരു ദിവസമായിരുന്നു ഇന്നലെ നിഫ്റ്റിയിൽ വീക്കിലി ബേസിസിൽ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിഫ്റ്റി ഒരു പക്ക ഒരു ന്യൂട്രൽ വീക്കാണ്. താഴേക്ക് അടിച്ചു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിഫ്റ്റി പക്ക ഒരു ഒരു ന്യൂട്രൽ വീക്കായിട്ട് ക്ലോസ് ചെയ്ത വീക്കായിരുന്നു നിഫ്റ്റി. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ഡൗൺ ഒക്കെ താഴേക്ക് പ്രതീക്ഷിച്ചു, ന്യൂട്രൽ സ്ട്രീം ഡൗൺ ഒക്കെ പ്രതീക്ഷിച്ചു, എന്നിട്ട് തിരിച്ചു കയറി ന്യൂട്രൽ വീക്കായിട്ട് പോയ ദിവസം പക്ക പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം പറഞ്ഞാൽ 23,230 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 23,114 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 23,000 ഒരു സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാനല്ല, നമ്മളെല്ലാം അത് കാണുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് അത് പൊട്ടാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അത് നിൽക്കുന്നില്ല, പൊട്ടാൻ ശ്രമിക്കുന്നു എന്നാൽ പൊട്ടുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിഫ്റ്റി കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വേറൊരു കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊഫൈൽ വെച്ച് പറയാനുണ്ടെങ്കിൽ സിഗ്നിഫിക്കലി പറയാൻ നിങ്ങൾ നോക്കി അറിയാം. കഴിഞ്ഞ ആഴ്ചത്തെ അതായത് അതായത് നമ്മൾ 9th മാർച്ചിന്റെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി ഒരു മുകളിലോട്ട് പോകാനൊക്കെ ശ്രമിച്ചിട്ട് അവിടെ വച്ച് റിജക്ഷൻ എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു പ്രൊഫൈലിന്റെ ആ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞ വീക്കിന്റെ പ്രൊഫൈലിൽ അവിടെ തന്നെയൊക്കെയാണ് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ അപ്പർ സൈഡിൽ 23,911 ഭാഗത്ത് നിഫ്റ്റിയിൽ ഒരു ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അപ്പം 23,000 ഭാഗത്ത് മാർക്കറ്റിൽ ഒരു ബൈങ്ങും കാണുന്നുണ്ട്, എന്നാൽ 23,911 ഭാഗത്ത് ഒരു സെല്ലിങ്ങും കൃത്യമായിട്ട് കാണുന്ന ഒരു പ്രൊഫൈലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി എന്തുകൊണ്ടാണ് ഞാൻ 22,550 വരുമെന്ന് പറഞ്ഞുള്ള കാരണം നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പൊ അതിന്റെ കാരണം ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
നിഫ്റ്റി ഈ 23,000 എന്നൊരു ബെഞ്ച് മാർക്ക് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നു. അത്രേ ഈ 23,000 എന്ന് പറഞ്ഞ ആ ഒരു ബെഞ്ച് മാർക്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട്, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് പോലെ നിഫ്റ്റിയെ ആക്രമിക്കുകയല്ല, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിഫ്റ്റി ആ 23,000 വന്ന സമയത്തൊക്കെ ആ ഭാഗത്തിന് അവിടെ ക്ലോസ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ 23,000 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ വീക്കിലി പ്രൊഫൈലിന്റെ ഏതാണ്, ഫസ്റ്റ് വീക്ക് ഓഫ് നമ്മൾ ഏപ്രിലിൽ എങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ഈ ഒരു പ്രൊഫൈൽ കണ്ടല്ലോ, ഈ ഒരു പ്രൊഫൈൽ കഴിഞ്ഞ 15th ഏപ്രിലിലെ പ്രൊഫൈലിൽ ആ ലോവർ സ്ട്രക്ചറിന് താഴെ ക്ലോസ് ചെയ്തു. എന്നാൽ ഈ ഒരു 22,911 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയെ കൊണ്ട് എൻ്റർ ചെയ്യാനും പറ്റിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 23,000 സൈക്കോളജിക്കൽ മാർക്കറ്റിന്റെ സപ്പോർട്ട് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ആ 23,000 മാർക്കറ്റ് പൊട്ടി നിൽക്കുന്നുണ്ട്. അവൻ താഴേക്ക് ഇറങ്ങി വരാനുള്ള ശ്രമം നടത്തൂ, അവൻ ഈ ഒരു ഭാഗത്തേക്ക് വരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23,000 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ ഒരു വാല്യൂ ഏരിയ ഹൈ അല്ലെങ്കിൽ സിംഗിൾ പ്രിന്റ് ആയ 22,700 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പൊ ഫസ്റ്റ് ചാൻസ് ഇതാണ്. ഇനി 22,700 മാർക്കറ്റ് പൊട്ടയിറങ്ങി തിരിച്ചിറങ്ങി 22,416 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏത് ഏപ്രിലിലെ 7th ഏപ്രിൽ വീക്കിന്റെ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 23,000 പൊട്ടിയാൽ നക്ഷത്രക്കാല എണ്ണെന്ന് പറയുന്ന പോലെ പൊട്ടി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് മൺഡേയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി എങ്ങോട്ട് വരാം, ഈ 22,700 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ശ്രമം മാർക്കറ്റ് നടത്തും. അത് കൃത്യമായിട്ട് ആ സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടില്ല എങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോകും, താഴേക്ക് ഇറങ്ങി ഈ POC ആയ 22,416 ഭാഗത്തേക്ക് വരാം. അതാണ് ഞാൻ തമ്മിലേനി പറഞ്ഞ പ്രകാരമുള്ള 22,500 വരുമോ എന്ന് പറഞ്ഞ് ചോദിച്ചതിനുള്ള, വരുമെന്ന് പറഞ്ഞതിനുള്ള ഉറപ്പിച്ച് പറഞ്ഞതിന്റെ ഒരു ആൻസർ ആ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. ആ 22,500 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് പോകാം, നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,200 ഭാഗത്തേക്ക് വരാനും ആ ഭാഗത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഈ ഒരു 21,945 22,000 ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 22,700 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 22,415 22,200 22,000 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി അടുത്ത നിഫ്റ്റിയുടെ ഒരു ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ 22,200 ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ ഈ POCയുടെ മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ആയ 22,495 22,491 23,491 23,500 ഭാഗത്തേക്ക് വരാം. ഈ 23,500 മുകളിൽ ഈ ഒരു 617 ഭാഗത്തേക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാം. ആ 617 കട്ട് ചെയ്യണമെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോവാം, ഈ POC കഴിഞ്ഞ POCയുടെ ഭാഗത്ത് ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് അവൻ, അവിടുന്ന് റിജക്ട് ചെയ്ത് താഴേക്ക് വന്നാണ്. വീണ്ടും വേണമെങ്കിൽ ആ അറ്റംപ്ഷൻ ശ്രമിച്ച് എങ്ങോട്ട് പോവാം, 23,920 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഓൾമോസ്റ്റ് നിയർ ടു ദ POC വാല്യൂയുടെ ഭാഗത്ത്. 23,000 സൈക്കോളജിക്കൽ മാർക്ക് ഇപ്പോൾ സപ്പോർട്ടീവായി നിൽക്കുന്നു. അത് പൊട്ടയാണെങ്കിൽ അവൻ താഴേക്ക് ഇറങ്ങി വരാനും അത് എങ്ങോട്ട് പോകാനും ഞാൻ ഈ പറഞ്ഞ റെഫറൻസിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയിൽ പറയാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു റെഫറൻസ് ലെവൽ. നമുക്കിനി നോക്കേണ്ടത് അടുത്തത് ബാങ്ക് നിഫ്റ്റി. സോ നിഫ്റ്റി എങ്ങനെയാണോ കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ വീക്ക് എന്ന് പറയുന്നത് പോലെ ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ന്യൂട്രൽ വീക്ക് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി. കാരണം നിങ്ങളൊക്കെ മൺഡേയുടെ പ്രൊഫൈലിന്റെ ഹൈ പോയി അതിന് വീണ്ടും ഹൈ പോയിട്ട് തിരിച്ച് വീണ്ടും താഴേക്ക് അടിച്ച് ഈ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി അടിച്ചിറങ്ങാൻ വേറൊരു കാരണങ്ങളുണ്ട്. HDFC ബാങ്കിന്റെ ഇൻട്രീം ചെയർമാനായ പുള്ളിയുടെ പേര് എനിക്ക് ഉറപ്പായി വരുന്നില്ല. അദ്ദേഹം റിസൈൻ ചെയ്യാൻ പോകുന്നു. കുറച്ച് എന്താണ് എത്തിക്കൽ റീസണിങ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തു. അത് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകളിലെ ഗവൺമെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന HDFC ബാങ്കിനെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവാണ്. HDFC ബാങ്ക് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് നിങ്ങളിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. HDFC ബാങ്ക് ഏകദേശം 780യുടെ ഭാഗത്താണ് ആലോചിച്ചു, 1000 അടുപ്പിച്ച് പോയി HDFC ബാങ്ക് അടിച്ച് ഇറങ്ങി 780യുടെ ഭാഗത്തേക്കാണ് HDFC ബാങ്ക് ക്ലോസ്. അപ്പൊ അതൊരു നെഗറ്റീവ് ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ എരുതിയിൽ എണ്ണ ഒഴിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ അടിച്ച് HDFC ബാങ്കെ കൊണ്ട് വലിച്ച് താഴേക്ക് ഇറങ്ങി വന്നതാണ്. പക്ഷെ അവനും ഈ 53,200 ഭാഗത്തുള്ള സപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിയും സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ വീക്ക് വിത്ത് POC 53,752 ഭാഗത്ത് POC ഉണ്ട്. അവൻ ക്ലോസ് ചെയ്തിരിക്കുന്ന 53,420 ഭാഗത്ത് ഡേഞ്ചറസ്ലി ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റി ഡേഞ്ചറസ്ലി ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ആദ്യം നമുക്ക് ബുള്ളിഷ് വ്യൂ പറയാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് വ്യൂ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് 53,500 മോൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ 53,752 മോളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഏരിയ ഹൈ ആയി 54,500 ഭാഗത്തേക്കും അതിന് മുകളിൽ 55,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ 55,000 ഈ വാല്യൂ ഏരിയ
ഈ 55,576 അല്ലെങ്കിൽ 55,600 കട്ട് ചെയ്താൽ മാത്രമേ 56,300 ഭാഗത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ടെസ്റ്റ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ ആദ്യം അവ ഏത് കടമ്പ കടക്കണം? 55,246 എന്ന് പറഞ്ഞ കഴിഞ്ഞ വാല്യൂ POCക്ക് മണ്ടയിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ ഒരു 56,500 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അത് ഈ മന്തിൽ ഞാൻ അധികം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഡെമോക്രസിന്റെ വാള് തൂങ്ങി നിൽക്കുന്നത് പോലെ ബാങ്ക് നിഫ്റ്റിയുടെ മണ്ടയിൽ ഇറാന്റെ ഇസ്രായേലിന്റെ ഇഷ്യൂ മാത്രമല്ല, നമ്മുടെ എന്ത് കുഴപ്പമുണ്ട്, നമ്മുടെ HDFC ബാങ്കിന്റെ CEO റിസൈൻ ചെയ്ത് എത്തിക്കൽ റീസണിങ് പറഞ്ഞ് റിസൈൻ ചെയ്ത ആ ഒരു ഇഷ്യൂവും കൂടെ കിടപ്പുള്ളതുകൊണ്ട് അതും കുറച്ചും കൂടെ നെഗറ്റീവായിട്ടാണ് HDFC ബാങ്കിനെ ബാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് 53,500 പൊട്ടി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം, നമ്മൾ HDFC ബാങ്ക് ഇപ്പൊ നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയുടെ ഭാഗത്ത്. ഞാനിപ്പോ കഴിഞ്ഞ വർഷത്തെ 1 ഏപ്രിലിന്റെ പ്രൊഫൈൽ വെച്ചു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു ഈ ഒരു ഏരിയ കേട്ടോ, ഈ ഒരു കഴിഞ്ഞ ഈ 15th ഏപ്രിലിലെ വാല്യൂ ഏരിയ ഹൈ ആയ, അന്ന് ട്രെൻഡിങ് അപ്പ് വന്ന വാല്യൂ ഏരിയ ഹൈ ആയ 53,535 താഴെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്കിന്റെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 53,427 സോറി, HDFC ബാങ്ക് അല്ല, ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് 53,427 ഭാഗത്താണ് നിൽക്കുന്നത്. അവൻ എൻ്റർ ആയിരിക്കുന്നത് ഈ ഒരു ഘടാഘടിയൻ പ്രൊഫൈൽ ഏതാണ്? 53,535 എന്ന് പറഞ്ഞാൽ ഈ POCയിലെ വാല്യൂ ഏരിയ ഹൈയുടെ അകത്ത് എൻ്റർ ചെയ്തു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവനെ രാവണ കോട്ടയിൽ അവർക്ക് എൻ്റർ ആയിട്ട് നിൽക്കുകയാണ്. സോ അവനെ സംബന്ധിച്ച് എങ്ങോട്ട് വരണം? ഈ ഒരു POCയിലെ ഭാഗത്തേക്കും ഈ ഒരു ഏരിയ, അതായത് 52,756 ഭാഗത്തേക്കും 52,103 ഭാഗത്തേക്കും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 53,535 താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് വരണം? 52,756 ഭാഗത്തേക്കും അതിന് താഴെ 52,103 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഈ ഒരു POCയിലെ ഭാഗം ഇല്ലെങ്കിൽ നാളെ ഗ്യാപ് ഡൗൺ ആണ് നമ്മൾ മൺഡേ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൂന്നിന്മേൽ കുരു പോലെ ഈ ഒരു വാല്യൂ ഏരിയ ലോഡ് ഹൈയുടെ ഭാഗത്ത് താഴെ നിൽക്കുകയല്ലേ. അപ്പൊ അവനെ സംബന്ധിച്ച് ഈ POCയിലെ ഭാഗത്തേക്ക് വരാനും വേണമെങ്കിൽ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ഡേഞ്ചറസ്ലി ക്രോസിംഗ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. തൊട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പോസ് എടുക്കാം. ആ പോസ് തിങ്കളാഴ്ച എങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും എന്നനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ പോസ് എടുക്കണോ ഇല്ലേ എന്ന് HDFC ബാങ്ക് നമ്മളെ ബാങ്ക് നിഫ്റ്റി നിശ്ചയിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പ് കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ക ഒരു ന്യൂട്രൽ വീക്കാണ്. നോർമൽ വേരിയേഷൻ എന്തുവാണ്, ഒരു വീക്കാണ് നോർമൽ വേരിയേഷൻ. അല്ലെങ്കിൽ മിഡ് ക്യാപ്പിനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. പക്ഷേ അവൻ വന്ന് ക്ലോസ് ചെയ്തേക്കണം എവിടെയാണ്? മിഡ് ക്യാപ്പ് നമ്മുടെ POC ചെറിയൊരു അപ്സൈഡ്. കാരണം നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒന്നും ഒരു ന്യൂട്രൽ വീക്ക് ആയിട്ടില്ല, പകരം നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ് മിഡ് ക്യാപ്പ് സംബന്ധിക്കുന്നത്. അവനെ സംബന്ധിച്ച് ഈ 12,500 POC വന്നിങ്ങനെ 12,665 ഭാഗത്താണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,000 ഭാഗത്ത് സ്ട്രോങ് സെല്ലിംഗ് ഉണ്ട്. നിങ്ങൾ കണ്ടറിയാം ഈ ഭാഗത്ത് വെച്ചാൽ അവർ റിജക്ട് ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വാല്യൂ ഏരിയ ഹൈയും ഈ പ്രാവശ്യത്തെ വാല്യൂ ഏരിയ ഹൈ ആ ഭാഗത്തേക്ക് വന്ന് എക്സാക്ട്ലി അവിടുന്ന് റിജക്ട് ചെയ്ത് താഴേക്ക്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ 13,000 ഭാഗത്ത് ഒരു ഹെവി സെല്ലിംഗ് സോൺ ഉണ്ട്. വേറൊരു കാര്യം നിങ്ങൾ ഓർത്തോളുക, 12,500 ഭാഗത്ത് അവൻ്റെ സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് 12,500നും 13,000നും ഇടയ്ക്കുള്ള റേഞ്ചാണ് ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ വാല്യൂ ഏരിയ ഹൈക്ക് 12,745 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് വീക്കിലി സിംഗിൾ പ്രിന്റ് ആയ 12,836 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ 13,000 ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇതാണ് എന്റെ ബുള്ളിഷ് വ്യൂ പറയുകയാണെങ്കിൽ. ഇനി ബേറിഷ് വ്യൂ പറയുകയാണെങ്കിൽ 12,440 താഴെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പഴയത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങോട്ട് കിടക്കണത്. ഇങ്ങനെ വലിച്ച് പോണ സമയത്ത് നമ്മളിപ്പോൾ അവൻ നിൽക്കണത് എങ്ങോട്ടാണ്? ഈ ഒരു ഏറ്റവും വലിയ ഏരിയയാണ്. ഈ പഴയ നവംബർ ഓഗസ്റ്റ് ഒക്കെ വന്ന സപ്പോർട്ടിന്റെ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത്. സോ അവൻ ഈ 12,440 പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ ഒരു 12,282 ഭാഗത്തേക്ക് പോയി. ഏതാണ്? നമ്മുടെ 5th മെയ്യുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് പോകാനും അതിന്റെ POC ആയ 12,166 അതിന് താഴെ 12,000 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,440 താഴെ മാത്രമേ ഈ ഒരു സെല്ലിംഗ് പ്രതീക്ഷിക്കാവുള്ളൂ. ആ സെല്ലിംഗ് എങ്ങോട്ട് പോകാം? 12,282, 12,174, 12,000 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക്
പൊതുവെ പറയാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 13,000ന്റെ ഭാഗത്ത് മിഡ് ക്യാപ്പിലും 55,200ന്റെ ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിലും 23,900-800ന്റെ ഭാഗത്ത് നിഫ്റ്റിയിലും ഒരു ഹെവി സെല്ലിംഗ് നടക്കുന്നുണ്ട്. സോ ഫാർ ഇതുവരെ 23,000 നിഫ്റ്റിക്ക് സപ്പോർട്ടീവ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 53,200 ബാങ്ക് നിഫ്റ്റിക്ക് മിഡ് ക്യാപ്പിൽ 12,500 സപ്പോർട്ട് സോൺ ആയിട്ടും ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തോ അതനുസരിച്ചായിരിക്കും നമ്മുടെ എല്ലാ എൻഡേൽ സ്ട്രക്ചറും പോകുന്നത്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഇക്വിറ്റി സെല്ലിംഗ് കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ ഇഷ്യൂ ഉള്ളത് കാരണം ഈ ഓയിലിന്റെ ഗ്യാസിന്റെ ഒക്കെ പ്രൈസ് കൂടുന്നത് കാരണം ഇൻഫ്ലേഷൻ പൊതുവെ കൂടും. ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ വേൾഡ് ബാങ്ക്സ് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുവാനുള്ള ഒരു ശ്രമം നടത്തും, കാരണം അതിനെ പിടിച്ചു കിട്ടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രഷറി ഈൽഡിലേക്ക് ബോണ്ടിന്റെ ഈൽഡ് കൂടുകയും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് പൊതുവെ ഇക്വിറ്റി മാർക്കറ്റിലും പ്രഷ്യസ് മെറ്റലിന്റെ മാർക്കറ്റിലൊക്കെ ഒരു സെല്ലിംഗ് കാണുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. നമ്മൾ നാളെ തിങ്കളാഴ്ച ഇത് ഈ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ സെല്ലിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനും നിഫ്റ്റിയെ സംബന്ധിച്ച് 22,500 ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പിന്റെയും എല്ലാത്തിന്റെ ഒരു വീക്കിലി വ്യൂവിൽ പറയാനുള്ള കാര്യം. സോ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കാണുക, കണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, നിങ്ങളെ ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക. നാളെ നമുക്ക് ഇതിന്റെ നമ്മുടെ മറ്റന്നാളേക്കുള്ള EOD പ്ലാൻ എന്താണ് ലെവൽ ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നാളത്തേക്ക് വരുന്നതാണ്. അതിൽ നിങ്ങൾ വ്യക്തമായി മണ്ടയിലുള്ള പ്ലാനുകളെല്ലാം കൃത്യമായിട്ട് കാണുന്നതാണ്. സോ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക. നമ്മുടെ പുതിയ ബാച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോയുടെ അപ്ഗ്രേഡ് ആയുള്ള പുതിയ ബാച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് MCC സപ്പോർട്ട് പ്ലാൻ ഉണ്ട്, നമുക്ക് ഡെയിലി ഉള്ള ഓപ്ഷൻസിന് ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, ലൈവ് മെന്ററിംഗ് ഉണ്ട്, രാത്രി ക്ലാസ് ഉണ്ട്, റെക്കോർഡ് സെഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് മെന്ററിംഗ് ബാച്ച് ആണ്. കൂടുതൽ അറിയാൻ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.